രാജീവ് ചന്ദ്രശേഖർ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ടെക്നോക്രാറ്റും ഒരു പ്രൊഫഷണലും. അത് അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ് ഉണ്ടാകുന്ന, അതായത് ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. അതുകൊണ്ട് തന്നെ അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മുൻപിൽ മുൻവിധികളൊന്നുമില്ല. ഇത്രയും കാലം, അതായത് കുറെ കാലമായി കേരളത്തിൽ അങ്ങനെ പ്രവർത്തിച്ച് അങ്ങനെ ഉണ്ടാക്കിയ മുൻവിധികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അദ്ദേഹത്തിന് ഫ്രഷായിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ പല താല്പര്യങ്ങൾക്കും അതീതമായി തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും കഴിയും. അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. പ്രസാദ്, അത് എത്രത്തോളം കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ മണ്ണിൽ ഈ ഭൂമികയിൽ അത് എത്രത്തോളം അത് ഒരു പക്ഷേ BJPക്ക് ഗുണകരമാകും എന്നുള്ളതാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ശൈലി, പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ശൈലി, BJP നേതാക്കന്മാരുടെ മുൻകാല പ്രസിഡന്റുമാരായാലും എല്ലാ ഇടങ്ങളിലേക്കും അല്ലെങ്കിൽ ഓടിയെത്തുക, ഏറ്റവും അടിത്തട്ടിലേക്ക് സംഘടനയുടെ ഏറ്റവും അടിത്തട്ടിലേക്കുള്ള താഴെത്തട്ടിലേക്കുള്ള എല്ലാ ആളുകളുമായിട്ടുള്ള ആശയവിനിമയം, അങ്ങനെയൊക്കെ ഒരു ശൈലി ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ? അങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമോ? ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയും ഒക്കെ ഉള്ള അത് മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യം അനിവാര്യമാണോ? ഇല്ല, അത് ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ നിങ്ങളായാലും മാധ്യമപ്രവർത്തകരായാലും രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നേ? കഴിഞ്ഞ ഒരു വർഷത്തിൽ താഴെയല്ലേ ആയിട്ടുള്ളൂ. അതായത് ആ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കൊക്കെ അദ്ദേഹത്തിന് അറിയുള്ളൂ. കേരളത്തിലെ BJP പ്രവർത്തകർക്കും അദ്ദേഹത്തെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല 16-ൽ അദ്ദേഹം കർണാടകയിൽ നിന്നും അദ്ദേഹം ഈ പാർലമെന്റിലേക്ക് എത്തുന്നത് ഒരു സ്വതന്ത്ര MP ആയിട്ടാണ്. 18-ൽ മാത്രമാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് BJPയിലേക്ക്. അതുകൊണ്ട് എന്താണെന്നേ, അതായത് BJP നോക്കുന്നത് എന്താണ്? BJP കേന്ദ്ര നേതൃത്വം നോക്കുന്നത് ഈ ഒരു മാറ്റം കൊണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് അദ്ദേഹത്തിന് നേതൃത്വം ഏൽപ്പിക്കുന്നതിലൂടെ സംഘടനാപരമായി BJPക്ക് പ്രയോജനം ഉണ്ടാകുമോ? അങ്ങനെ വളരെ കണക്കുകൂട്ടി ചിന്തിച്ച് തന്നെയാണ് ഇതൊക്കെ ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. നോക്കൂ, 2001-ൽ നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനു മുമ്പ് ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആ പാർട്ടിയുടെ ആ ബൗദ്ധിക മേഖലകളിൽ, ഇന്റലക്ച്വൽ ഘടകങ്ങളിൽ പ്രവർത്തിച്ചുള്ള പരീക്ഷണമാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് BJP. വലിയ അത് വളരെ വലിയ ചർച്ച, ഇതൊരു വലിയൊരു മാറ്റം. ശ്രീ ഷാവു പ്രസാദ്, കാരണം ഇനി അടുത്ത 6 മാസം ഇല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ. അതിനുശേഷം നിയമസഭ ഒരു ഹാങ് ഓവറിലേക്ക് കേരളം കടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് നേരത്തെയൊക്കെയുള്ള വളരെ ഒരു പക്ഷേ BJPയെ സംബന്ധിച്ചോളം വേരുള്ള, ഇവിടെ RSSന്റെ സംഘപരിവാറിന്റെ വേരുണ്ടോ, നല്ല വേരൂന്നിയ ഒരു സംസ്ഥാനമാണ്. പക്ഷേ അതൊരു പാർലമെന്റ് ശൈലിയിലേക്ക് വരുമ്പോൾ അതിന്റെ ഗുണഫലം കാണുന്നില്ല. അപ്പോൾ തിരുത്തപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെത്രത്തോളം ഒരു പരുവപ്പെട്ട ഒരു ശൈലിയാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖരന് ഉള്ളത് കേരളത്തിന്റെ ഒരു പരിച്ഛേദവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ? അല്ല, നിലവിലുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ശൈലിയെ പറ്റിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയെ പറ്റിയും നമുക്ക് അറിയില്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, തെരഞ്ഞെടുപ്പിലെ അത് വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് കേരളം ഒന്നും ശരിയാവില്ല എന്നുള്ള വിലയിരുത്തൽ എങ്ങനെ ശരിയാവുക? ശരിയാവില്ല എന്ന വിലയിരുത്തലല്ല. കാരണം BJPയുടെ മാത്രം പ്രശ്നമാണ്, കേരളത്തിന്റെ പ്രശ്നമല്ല. അത് ചോദിക്കുന്നത് ഈ BJP കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP വലിയ രീതിയിൽ വിജയം കൈവരിക്കുമ്പോഴും കേരളത്തിൽ അത് സാധിച്ചിട്ടില്ല. അപ്പം ഇവിടെ വലിയൊരു ഈ ഒരു പരീക്ഷണത്തിലൂടെ ആ ഒരു കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്നൊരു ഹോപ്പുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ നന്നാവരുത്, അല്ലെങ്കിൽ ഇവിടെ മുറിഞ്ഞു പോട്ടെ എന്ന് കരുതിയല്ലോ BJP കേന്ദ്ര ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങേക്കും എനിക്കുമൊക്കെ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഗ്രൂപ്പ് BJPയിലുണ്ട്, അതിന്റെ അതിപ്രസരം അങ്ങേയറ്റമുണ്ട് എന്നുള്ള കാര്യം ഒരു പരമയാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും ഒക്കെ യോജിച്ചു പോകണം. അപ്പോൾ അദ്ദേഹം ഒരു ഗ്രൂപ്പിലും ഇല്ല എന്ന് പറയുന്ന, പക്ഷേ പല ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിനെ എല്ലാം തൃപ്തിപ്പെടുത്തി യോജിപ്പിച്ചു കൊണ്ടുപോകണം. അപ്പോൾ പാർലമെന്ററി വ്യവസ്ഥയിൽ എല്ലാവരെയും ചേർത്ത് വെക്കുക, ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോവുക. അങ്ങനെയൊക്കെയുള്ളൊരു മെയ്വഴക്കം വന്ന വ്യക്തിയാണോ അദ്ദേഹം? അതല്ല ഇനി വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പരീക്ഷണമാണോ ലക്ഷ്യമിടുന്നത്? അല്ല, നിങ്ങളെന്താ ഈ പറയുന്നത്? ഇതിന്റെ BJPക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകുമോ, അയ്യോ പ്രശ്നമാകുമോ, അദ്ദേഹത്തിനെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? ഇതൊക്കെ നിങ്ങളെന്തിനാണ് ഇതൊക്കെ ടെൻഷൻ അടിക്കുന്നത്? അത് BJPയുടെ കാര്യമല്ലേ? എന്തായാലും BJP അത് വളരെ ആലോചിച്ചുറച്ചെടുത്ത ഒരു തീരുമാനമാണത്. പരിണിത പ്രജ്ഞരായ ദേശീയ നേതൃത്വം കൃത്യമായി ആലോചിച്ച്